ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൗനരാഗത്തിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ കല്യാണി സംസാരിക്കുമെന്നുള്ളൊരു കാര്യം സരയുടെ വീട്ടിലുള്ള എല്ലാവരും അറിയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് രൂപ രാഹുലിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ കഥയുടെ ഉള്ളടക്കം. അപ്പം നമുക്ക് എല്ലാവർക്കും കഥയിലേക്ക് പോകാം. അങ്ങനെ കല്യാണിയുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് സരയു ശ്രമിക്കുന്നത് കല്യാണി കണ്ടിട്ട് അങ്ങനെ കയ്യോടെ സരയുവിനെ പിടിച്ച് വീടിനെ പുറത്തേക്ക് വന്ന് തള്ളുകയാണ്. ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് ശാരി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ മോളെ പിടിച്ച് തള്ളുന്നോടി, നീ മിണ്ടാത്തോളല്ലടി, നീ എന്തിനടി എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ നിൽക്കുന്നേ എന്ന് പറഞ്ഞിട്ട് കല്യാണിയുടെ മുഖത്തടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കല്യാണി കയ്യിൽ പിടിച്ചിട്ട് തിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ സംസാരിക്കുകയില്ല എന്നുള്ള കാര്യമൊക്കെ മോള് പറഞ്ഞിട്ടുണ്ട്, ഇനി അമ്മയും കൂടി അറിഞ്ഞോളൂ എന്ന് പറയാണ്. നിങ്ങളൊക്കെ പറയുന്ന പോലെ ഇപ്പം ഞാൻ സംസാരിക്കാത്തോളല്ല, സംസാരിക്കുന്ന കല്യാണിയാന്ന് പറയാണ്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ശാരീനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടുത്തെ ബഹളമൊക്കെ കേട്ടിട്ട് അവിടേക്ക് രാഹുൽ ഓടി വരുന്നുണ്ട്. അപ്പോൾ രാഹുൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. അപ്പോഴേക്കും ശാരിയെ പിടിച്ച് ഉന്തിയിട്ട് അവിടെയുള്ളൊരു തിണ്ണയിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, രാഹുലേട്ടാ, നമ്മുടെ മോളുകൾ കണക്കിന് തല്ലി, ഇപ്പം എന്നെ ഉപദ്രവിച്ചു, നിങ്ങൾ പോയി ചോദിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും രാഹുൽ കല്യാണിൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് വരികയാണ്. ആ സമയം കല്യാണി തറപ്പിച്ച് നോക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് രാഹുലിന് പേടിയായിട്ട് പിന്നോട്ട് മാറുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ മോളെയും തല്ലി എന്നെയും തല്ലി, ഇത് ചോദിക്കാതെ പറ്റില്ല രാഹുലേട്ടാ എന്ന് പറയാണ്. അപ്പോഴേക്കും അവിടേക്ക് കിരണിൻ്റെ കാറ് വരുന്നുണ്ട്. അപ്പോൾ കിരണിൻ്റെ കാറിൽ നിന്നും സേനനും കിരണും കൂടി ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇവരെ കണ്ടോട് കൂടിയിട്ട് സരയും ഷാരിയും രാഹുലും ഒന്ന് ഭയക്കുന്നുണ്ട്. കാരണം അവരെ വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അത് കണ്ട വശം തന്നെ ഇവരെ കണ്ട വശം തന്നെ രാഹുലും സരയൊക്കെ ഒന്ന് പിന്മാറുന്നുണ്ട്. അപ്പോൾ തന്നെ അവിടേക്ക് ഓടി വരികയാണ് കിരൺ എന്തോ സംഭവിച്ചതെന്ന് അറിയാനായിട്ട്. അപ്പോൾ സേനനും കിരണും കൂടി നേരെ വന്നിട്ട് കല്യാണിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ കിരണും ചോദിക്കുന്നുണ്ട്, എന്താണ് കല്യാണി ഇവരിവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അത് ഞാൻ പറയാം കിരണേട്ടാ, നിങ്ങളെ ഇവിടെ നിൽക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് നോക്ക്, ഇനി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് തന്നെ കിട്ടുന്നുള്ള കാര്യം കല്യാണി പറയുകയാണ്. അപ്പോൾ അത് കേട്ട വശം തന്നെ ഇവർ 3 പേരും ഒന്നും മിണ്ടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ കല്യാണി നേരെ റൂമിലേക്ക് കിരണിനെയും സേനനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ആ 3 കൂടി വീട്ടിൽ വന്നിരുന്ന് ആകെ നിരാശപ്പെടുകയാണ്. ഞാനിപ്പോൾ കണ്ടത് ഒരു സ്വപ്നമായിട്ട് കണ്ടാൽ മതിയായിരുന്നു, എനിക്കിത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് അവളെ മുഖത്ത് എങ്ങനെ നോക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് സരയു വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് മനോഹർ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, 3 വളരെ സങ്കടത്തിലാണല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്രയും വലിയ സംഭവമൊക്കെ ഇവിടെ നടന്നിട്ട് മനുവായിട്ട് ഇതൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മനോഹർ പറയുന്നുണ്ട്, ഞാൻ വാഷ്റൂമിലായിരുന്നു അതുകൊണ്ടാണെന്ന് പറയാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ, ആ മിണ്ടാത്തോടില്ലേ അവൾ സംസാരിക്കും, അവൾ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് സംസാരശേഷി കിട്ടിയായിരുന്നു എന്ന് പറയണം. അപ്പോൾ നമ്മുടെ മനോഹർ മനസ്സിലാലോചിക്കുന്നുണ്ട്, അപ്പം ഞാൻ മനസ്സിൽ കണ്ടതൊക്കെ സത്യം തന്നെയായി എന്ന് പറയണം. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കേട്ടതൊക്കെ സത്യം തന്നെയായിരുന്നല്ലേ എന്ന് മനോഹർ ആലോചിക്കുന്നുണ്ട്. അപ്പോഴേക്കും സരയു പറയുന്നുണ്ട്, എനിക്കിതൊന്നും കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അമേരിക്കയ്ക്ക് പോകണമെന്ന് പറയണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വല്ല കൊലപാതകവും അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയണം. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ മോളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ പോകും, അല്ലാന്നുണ്ടെങ്കിൽ അവളെ ഒന്നെങ്കിൽ കല്യാണി അല്ലെങ്കിൽ കല്യാണിയുടെ കുഞ്ഞ് ആരെങ്കിലും അവൾ കൊല്ലുന്നുള്ള കാര്യം പറയുകയാണ്. അത് മാത്രമല്ല, ഇനി എൻ്റെ മോൾ എന്തെങ്കിലും കടുങ്ങുകയും ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നീ കൊണ്ടുപോകാനായിട്ട് നോക്ക്, അവളെ വിഷമം കൊണ്ടല്ലേ ഇതൊക്കെ പറയുന്നതെന്ന് പറയണം. അപ്പോഴേക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് രാഹുൽ പറയുകയാണ് മനോഹറിൻ്റെ അടുത്ത്. അപ്പോൾ മനോഹർ അവരുടെ അടുത്ത് നിന്ന് തിരിഞ്ഞു പോരുമ്പോൾ മനോഹർ മനസ്സിലാലോചിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനമാക്കണം, ഇവിടുന്ന് കിട്ടാനുള്ള സാധനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അടിച്ചു മാറ്റി ഇവിടുന്ന് കൊണ്ടുപോകണം എന്നാണ് മനോഹർ ആലോചിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് കല്യാണി കിരണിനോടും സേനനോടും നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവൾ ഒന്ന് കണ്ണ് തെറ്റിയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് തലോണം വെച്ചിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നേനെ, ദൈവം എന്ന് പറഞ്ഞ ഒരാളുള്ളതുകൊണ്ട് എനിക്ക് കറക്റ്റ് സമയത്തിന് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റിയെന്ന് പറയാണ്. അപ്പോഴേക്കും സേനൻ പറയുന്നുണ്ട്, അവളെന്ത് സ്ത്രീയാണ്, ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നതെന്ന് പറയാണ്. അവൾ പറഞ്ഞിരുന്നു, അവൾക്കില്ലാത്ത കുഞ്ഞ് എനിക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച പോലെയാണ് അവൾ ഇതൊക്കെ ചെയ്തതെന്ന് പറയാണ്. എന്നിട്ട് പറയുകയാണ് സേനൻ, ഇനി മോള് എന്തായാലും കൂടുതലായിട്ട് ശ്രദ്ധിക്കണം, അതുകൊണ്ട് കുഞ്ഞിനെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടൊന്നും പോകാനൊന്നും നിൽക്കരുത്, നിങ്ങളിനിപ്പോൾ ഓഫീസിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ കല്യാണിയുടെ അമ്മയുടെ അടുത്ത് പറയണം വാതിലെല്ലാം കുറ്റിയിട്ടിട്ട് വേണം അടുക്കളയിൽ പോകാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തക്കം നോക്കിയിട്ട് ഇവർ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ സേനൻ പറയുന്നുണ്ട്, മോളെ എന്തായാലും ഈ ഒരു കാര്യം രൂപയെ അറിയിക്കണം, കാരണം പേരക്കുട്ടിക്ക് അപകടം സംഭവിക്കാനായിട്ട് പോയി എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവൾക്ക് ദേഷ്യം വരും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ കല്യാണി അപ്പം തന്നെ നമ്മുടെ രൂപയോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്.
അങ്ങനെ ഈ ഒരു കാര്യം കല്യാണി രൂപയോട് പറയുന്നുണ്ട്. അപ്പോൾ രൂപ യാമിനിയായിട്ട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ പേരക്കുട്ടീനെ കൊല്ലാനായിട്ട് അവർ ശ്രമിച്ചു. അപ്പോൾ യാമിനി പറയുന്നുണ്ട് അവർക്ക് എങ്ങനെ തോന്നി ഈ ഒരു കുഞ്ഞു കുട്ടീനെ കൊല്ലാനായിട്ട് എന്നൊക്കെ പറയാണ്. അവർക്ക് എൻ്റെ ജീവിതം നശിപ്പിച്ചത് പോരാ, ഇപ്പം എൻ്റെ പേരക്കുട്ടീനെ കൊല്ലാനായിട്ട് നോക്കുന്നു. ഇനി വെച്ചുകൊണ്ടൊന്നും ഇരിക്കാൻ പറ്റില്ല, ഞാൻ പച്ചയ്ക്ക് കത്തിക്കുക എല്ലാവരും എന്നൊക്കെ പറഞ്ഞിട്ട് രൂപ വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് മാഡം അങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ അവരെ കൊല്ലുകയാണെന്ന് തന്നെ ഇത് ചെവി അറിയാതെ ഒരു തെളിവില്ലാതെ വേണം കൊല്ലാനായിട്ട് എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് രാഹുലിൻ്റെ കാറ് വരുന്നുണ്ട്. അപ്പോൾ കാറിൻ്റെ സൗണ്ട് കേട്ടിട്ട് യാമിനി പറയുന്നുണ്ട് ദേ വരുന്നുണ്ട് രാഹുൽ എന്ന് പറഞ്ഞിട്ട് യാമിനി വേഗം അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ രൂപ മനസ്സിലാലോചിക്കുന്നുണ്ട് എത്രയൊക്കെ ദേഷ്യം ഇല്ലയെന്ന് മുഖത്ത് കാണിക്കാനായിട്ട് നോക്കിയാലും നടക്കില്ല, കാരണം എൻ്റെ മുഖത്ത് എന്തായാലും ദേഷ്യം കാണുന്ന രൂപ മനസ്സിലാലോചിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് രാഹുൽ വന്നിട്ട് പറയുന്നുണ്ട് നീ അറിഞ്ഞോ കാര്യങ്ങളെന്ന്. അപ്പോൾ രൂപ ചോദിക്കുന്നുണ്ട് എന്തറിഞ്ഞോന്ന്. അല്ല, നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങളൊക്കെ, അവൾക്ക് അഭാഗ്യം കിട്ടിയെന്ന് പറയാണ്. ആർക്ക്? അപ്പോൾ പറയുന്നുണ്ട് ആ മിണ്ടാത്തോളില്ലേ അവൾക്ക് സംസാരശേഷി കിട്ടി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതെങ്ങനെ ഏട്ടനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അത് ഞാനേ അവളെ വീട്ടിൽ പോയി പറഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണി സംസാരിക്കുമെന്നുള്ളൊരു കാര്യം അറിഞ്ഞിട്ട് അത് അന്വേഷിക്കാനായിട്ടാണ് സരയു കല്യാണിൻ്റെ വീട്ടിൽ പോയെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അവിടെ ചെന്നിട്ട് കല്യാണിൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ കിരണിനോടും കല്യാണിയോടുള്ള ദേഷ്യം ആ കുഞ്ഞിനോട് നമ്മുടെ മോൾക്ക് തോന്നി. അപ്പോൾ അവൾ കൊല്ലാനായിട്ട് തലവണ എടുത്തു. ആ സമയം അവിടേക്ക് കല്യാണി അലറിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അതോടുകൂടി അവൾ സംസാരിക്കും എന്നുള്ളൊരു കാര്യം പുറത്തായെന്ന് പറയാണ്. അതുപോലെ തന്നെ പ്രകാശ് എന്നോട് പറഞ്ഞിരുന്നു, അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം തോന്നിയെന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് രൂപയ്ക്ക്. അപ്പോൾ രൂപ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ഒരിക്കലും കൊല്ലാനായിട്ട് നോക്കരുത് എന്നുള്ളൊരു കാര്യം, ഒന്നും ചെയ്യാനായിട്ട് നിൽക്കരുത്, അവരെന്തറിഞ്ഞിട്ടാന്ന് പറഞ്ഞ രൂപ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് ഏട്ടൻ ഒരു കാര്യം ഇവിടെ ഇരിക്കുകയും ഞാൻ പോയിട്ട് ഏട്ടന് ജ്യൂസ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രൂപ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് രാഹുലിന് ജ്യൂസ് എടുക്കാനായിട്ട്. അങ്ങനെ രൂപയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് രാഹുലിന് ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് വിഷം ചേർക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് യാമിനി വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് മേഡം എന്ത് ചെയ്യണേന്ന്. എനിക്ക് ഇനി ഇയാളെ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല, എൻ്റെ കുടുംബജീവിതം നശിപ്പിച്ചു, അതേപോലെ എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് നോക്കണം, ഇയാളെ വെറുതെ വിടാനായിട്ട് പറ്റില്ല എന്നുണ്ട്, വിഷം കലക്കാനായിട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. മേഡം അരുതാതൊന്നും ചെയ്യല്ലേ, ഇപ്പോഴല്ല ഇതിനുള്ള സമയം, പാത്തിരിക്കാം, അതിന് പറ്റിയ സമയം നമുക്കിനി വരുമെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് യാമിനി രൂപയെ. പിന്നീട് കാണിക്കുന്നത് സരയും മനുവായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് മനുവായിട്ട് ഇങ്ങനെ ഇരുന്നു, ഏട്ടന് എന്നിട്ട് കിരണേക്കാളും നല്ല കഴിവുള്ളതൊക്കെ ഇല്ലേ, പിന്നെ ഏട്ടൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് സരയും ചോദിക്കുന്നുണ്ട്. പിന്നെ അവൾക്കൊരു കുഞ്ഞായി, നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് ഏട്ടന് വല്ല ആഗ്രഹമുണ്ടോ, ഏട്ടൻ ഏതെങ്കിലും ഡോക്ടറെ പോയി കണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ ഡോക്ടറൊക്കെ കണ്ടായിരുന്നു, എനിക്കൊരു കുഴപ്പമില്ല, കുഴപ്പം മുഴുവന് മനുവേട്ടനാണെന്നാണ് അവർ പറയുന്നത്, അതുകൊണ്ട് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള പരിഹാരം കാണിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്താ നീ അങ്ങനെ പറഞ്ഞത്, പറച്ചിലിട്ട് നിനക്കെന്ത് കുഴപ്പമുള്ള പോലെ ഉണ്ടല്ലോ എന്ന് പറയാണ്. എനിക്കെന്ത് കുഴപ്പം, ഞാൻ പല ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തതാവും, അതുകൊണ്ട് എനിക്കൊന്നുമില്ല. ഇനിയിപ്പോൾ കല്യാണിക്കൊരു കുട്ടിയായതുകൊണ്ട് നമുക്ക് എന്തായാലും 2 കുട്ടികൾ വേണമെന്ന് പറയണം, അവൾക്ക് 3 ആകുമ്പോൾ നമുക്ക് 4 അങ്ങനെ. അപ്പം മനു പറയുന്നുണ്ട് അവൾക്ക് 10 ആണെങ്കിലോ, അതിലെന്താ സംശയം, നമുക്ക് 11 എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മനു മനസ്സിലാലോചിക്കുന്നുണ്ട് ഒരു കുഞ്ഞിനെ തന്നെ പ്രസവിക്കാൻ അവൾക്ക് പറ്റുന്നില്ല, അപ്പോഴാണോ അവൾക്ക് 11 കുട്ടികളെ എന്നൊക്കെ മനസ്സിലാലോചിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഏതെങ്കിലും നല്ല ഡോക്ടറെ പോയി കണ്ടിട്ട് എനിക്കാണ് കുഴപ്പമെന്നുണ്ടെങ്കിൽ ഞാനത് മാറ്റാമെന്നുള്ളൊരു കാര്യം മനോഹർ പറയുന്നുണ്ട്. ആ സമയം മനു മനസ്സിലാലോചിക്കുന്നുണ്ട് എനിക്ക് കുട്ടികളുണ്ടാവും എന്നുള്ളൊരു കാര്യം ഞാൻ മുന്നേ തെളിയിച്ചതാണ്, എൻ്റെ കുട്ടികൾ ഓരോ പെണ്ണുങ്ങളെടുത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം മനോഹർ മനസ്സിലാലോചിക്കുന്നുണ്ട്. അപ്പം നിനക്കാണ് കുഴപ്പമെന്നുള്ള കാര്യം എനിക്കറിയാമെന്നും മനു മനസ്സിലാലോചിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വളരെയധികം ദേഷ്യത്തിലും ഡിപ്രഷനിലൊക്കെ ഇരിക്കുകയാണ് രൂപ. അപ്പോൾ അവിടേക്ക് കല്യാണി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ എന്ത് പണിയെ കാണിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് പറ്റി മോളേന്ന് രൂപയും തിരിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് അമ്മ എന്തിനാ ആ രാഹുലിനെ വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് നോക്കിയത്, എന്നോട് യാമിനി ചേച്ചി പറഞ്ഞു എന്ന് പറയാണ്. പിന്നല്ലാതെ എൻ്റെ പേരക്കുട്ടിയെ കൊല്ലാനായിട്ട് നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അതിന് രാഹുലല്ലല്ലോ ഇത് ചെയ്തത്, സരയു ഇല്ലേ എന്ന് പറയുകയാണ്. ആ സരയുവിനെ ഇങ്ങനെ വളർത്തി വഷളാക്കിയത് ഇവരാണ്, അപ്പോൾ
പിന്നെ ഇവർ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല. എനിക്ക് എൻ്റെ മോനും മരുമോൾക്കും കുഞ്ഞിനും ഒന്നും വരുത്തുന്നത് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഞാൻ തീർത്ത് കളയാനായിട്ട് നോക്കണം എന്നുള്ളൊരു കാര്യം രൂപ നമ്മുടെ കല്യാണിയോട് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കല്യാണി. അങ്ങനെ കല്യാണിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ മൗനരാഗത്തിലെ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഏറ്റവും പുതിയ മൗനരാഗത്തിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അതുവരേക്കും ബായ്.